കേരളത്തിൽ എന്തെല്ലാം കണ്ടാലാണ് നേരം വെളുത്ത് ഇരുട്ടുന്നതെന്ന് നമുക്ക് ഒരു പിടിയുമില്ലാത്ത കാര്യം. രാത്രി കിടന്നുറങ്ങുമ്പോൾ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങിയാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വലിയ അസ്വസ്ഥത കാണുന്ന വാർത്തകളാണ്. ആരെന്താണ് ചെയ്യണമെന്ന് അറിയാൻ പറ്റത്തില്ല. കൊലപാതകി പുണ്യവാളനാകുന്ന നാടാണ് ഇവിടെ. കള്ള് കച്ചവടക്കാരൻ വലിയ വിദ്യാഭ്യാസ പ്രവാചകനാകുന്ന നാടാണ് ഇവിടെ. കോളേജുകൾ നടത്തുന്ന നാടാണ് ഇവിടെ. ഇവിടെ എന്തും ആർക്കും ചെയ്യാൻ പറ്റുന്ന, എത്ര പെട്ടെന്നും പ്രവാചകത്വം കിട്ടുന്ന അല്ലെങ്കിൽ പുണ്യത്വം കിട്ടുന്നൊരു നാടാണ്. മരമുറിയിൽപ്പെട്ട് അഗസ്റ്റിൻ ബ്രദേഴ്സ് എന്ന് പറയുന്ന സംവിധാനങ്ങൾ, അവർ രണ്ടുപേരും വലിയ വിവാദത്തിലാണ് പെട്ടത്. കേരളത്തിൽ വലിയ കേസിലാണ് പെട്ടത്. അകത്ത് കിടക്കേണ്ടതായിരുന്നു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ നികേഷ് കുമാറിൻ്റെ നിന്ന് റിപ്പോർട്ടർ ചാനൽ വാങ്ങി, അപ്പുറത്തുനിന്ന് ഒരു ഡോക്ടർ അരുൺകുമാറിനെ കൊണ്ടുവരുന്നു, ഇപ്പുറത്തുനിന്ന് സ്മൃതി പരുത്തിക്കാടിനെ കൊണ്ടുവരുന്നു, അതിൻ്റെ അപ്പുറത്തുനിന്ന് ഉണ്ണി ബാലകൃഷ്ണനെ കൊണ്ടുവരുന്നു, അപ്പുറത്ത് TV പ്രസാദിനെ കൊണ്ടുവരുന്നു, പിന്നെ സുജയ പാർവതിയെ കൊണ്ടുവരുന്നു, വലിയ സന്നാഹത്തെ കൊണ്ടുവരുന്നു. അവസാനം രാത്രി അവരൊരു അന്തിച്ചർച്ചയുണ്ട്. ഈ അന്തിച്ചർച്ചയിൽ അഗസ്റ്റിൻ ബ്രദേഴ്സ് ഇരിക്കുന്നു. അങ്ങനെ പുകയായിട്ട് അങ്ങോട്ട് പോയി. അദ്ദേഹം പെട്ടെന്ന് അങ്ങ് പുണ്യവാള ചർച്ചയിലേക്ക് പോയി. എല്ലാവരും കൂടി അക്സെപ്റ്റ് ചെയ്ത് റിപ്പോർട്ടർ ചാനൽ ഏഷ്യാനെറ്റിനെ കവർ ചെയ്യുന്നു. ഏഷ്യാനെറ്റിൻ്റെ ഒരുപാട് പ്രാവശ്യം ഇല്ലെങ്കിലും ഇടയ്ക്കെങ്കിലും ഏഷ്യാനെറ്റിനെ കവർ ചെയ്യുന്നു. ഓർഗമെൻ്ററി റിയാലിറ്റി ഷോകൾ നടത്താൻ 24-നെ കവച്ചു വയ്ക്കുന്ന വലിയ ചാനലാകുന്നു റിപ്പോർട്ടർ ചാനൽ. ഹരമാകുന്നു ആളുകളുടെ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനപരമായി മരമുറി പണമാണോ? ഇതിൻ്റെ പണം അവിടെ? ആ ചോദ്യമുണ്ട്. ഞാൻ അദ്ദേഹത്തെ മറ്റൊന്നും എന്തായാലും ഒരു ഷെയ്ഡി ക്യാരക്ടറാണെന്നുള്ള കാര്യത്തിൽ ഒരുപാട് തർക്കമില്ലാതെ നിന്നത്. ഇപ്പോൾ അദ്ദേഹം പുണ്യവാളനായി കാണും. കാരണം രാമന് നമ്മുടെ രത്നാകരന് ആത്മീയമാകാമെങ്കിൽ അഗസ്റ്റിൻ ബ്രദേഴ്സിന് മാറാം. അതിനകത്തൊന്നും തർക്കമൊന്നുമില്ല. ആർക്കും എപ്പോഴും ഗൃഹസ്ഥാശ്രമം, അതായത് ഒരാൾ സന്യാസിയായി കഴിഞ്ഞാൽ പിന്നെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തെക്കുറിച്ച് ചോദിക്കരുതെന്നാണ്. അപ്പോൾ അതുകൊണ്ട് കൊലപാതകയായിരിക്കും, ചിലപ്പോൾ ഗൃഹസ്ഥാശ്രമിയായിരിക്കും. സന്യാസി ആയാൽ പിന്നെ മിണ്ടരുത്, കാഷായ വസ്ത്രം ധരിച്ചല്ലോ, ശരിയെന്ന് പറഞ്ഞാൽ അവർ പുണ്യമായി കാണും. അതുകൊണ്ട് തർക്കമില്ല. പക്ഷേ ഇപ്പോൾ വരുന്ന പുതിയ വിവാദം എന്തിനാണ് മെസ്സിയെ കൊണ്ടുവരുന്നതിന് സ്പെയിനിൽ അർജന്റീനയിൽ പോയതിൽ ഇദ്ദേഹത്തിന് എന്താണ് ഇടപാട്? പിന്നെ ചാനൽ ഇത് സ്പോൺസർ ചെയ്യുകയാണോ? അങ്ങനെ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ എന്തിനാണ് നമ്മുടെ കായിക മന്ത്രിയും കായിക സെക്രട്ടറിയും കായിക വകുപ്പിൻ്റെ ഡയറക്ടറുമൊക്കെ സ്പെയിനിൽ പോയി മെസ്സിയുമായി ഒരു ധാരണ ഉണ്ടാക്കി, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻകാരുമായിട്ടൊക്കെ ധാരണയുണ്ടാക്കി കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇദ്ദേഹത്തിന് എന്ത് കാര്യം? പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം? ഈ ചോദ്യം ചോദിക്കുന്നത് ഞാനല്ല. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ജനറൽ സെക്രട്ടറിയോ പ്രസിഡൻ്റോ ആയിട്ടൊക്കെ ഉള്ള പല പദവികളിലൊക്കെ ഇരുന്നിട്ടുള്ള PK ഫിറോസാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം. ഒരുപാട് പൊളിറ്റിക്കൽ ആളുകളും ചോദിക്കുന്നത്, മെസ്സിയെ കൊണ്ടുവരാൻ 15 കോടി രൂപ വരെ മുടക്കാൻ നമ്മുടെ അഗസ്റ്റിൻ ബ്രദേഴ്സ് തയ്യാറാകുന്നു. എന്താണ് ഈ മരമുറി ചാനലിൻ്റെ ഇതിലുള്ള ഇൻറ്റൻഷൻ? അങ്ങനെ സർക്കാരിൻ്റെ ഒരു പരിപാടിക്ക് സർക്കാർ പൈസ മേടിച്ചോട്ടെ, പക്ഷെ അതിൻ്റെ സ്പോൺസറിങ് സ്ഥലത്തും പൈസ കുറച്ച് സർക്കാർ ആരും വാങ്ങുന്നുണ്ടല്ലോ. ഷെയ്ഡി ക്യാരക്ടറും നല്ല ക്യാരക്ടറും കള്ളന്മാരും കൊള്ളക്കാരും മദ്യവ്യവസായികളും ലോട്ടറി വ്യവസായികളും ജ്വല്ലറിക്കാരും നല്ലവരും ചീത്തവരും എല്ലാവരുടെ പണവും വാങ്ങുന്നു സർക്കാർ. അതിനകത്ത് പിന്നെ സർക്കാരിന് ജുവലേഴ്സിൻ്റെ സ്പോൺസറിങ് ഒക്കെ സർക്കാർ എടുക്കാറുണ്ട്. പലവരും ഇപ്പോൾ അയ്യപ്പ വിശ്വാസ സംഗമം നടത്തിയതിൽ സ്പോൺസറിങ് എടുത്താണ്. ഓണാഘോഷം നടത്തുമ്പോൾ ചിലപ്പോൾ സ്പോൺസറിങ് വരും. പല പരിപാടിക്ക് സ്പോൺസറിങ് എടുക്കാറുണ്ട്. സ്പോർട്സ് മേളയ്ക്കൊക്കെ സ്പോൺസറിങ് വരും. ബാനർ കെട്ടിയും പല രൂപത്തിലുള്ള സ്പോൺസറിങ് വരും. അങ്ങനെ സ്പോൺസറിങ്ങിൽ പണം വാങ്ങുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ നേരിട്ട് മെസ്സിയെ കൊണ്ടുവരുന്നതിൽ എങ്ങനെയാണ് നമ്മുടെ അഗസ്റ്റിൻ ബ്രദേഴ്സ് ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നത്? അവർ സ്പെയിനിൽ പോയിട്ടുണ്ടോ? എങ്കിൽ അത് ഗവൺമെൻറ്റിന് വേണ്ടി പോയതാണോ? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് മന്ത്രിയും സെക്രട്ടറിയും സ്പോർട്സ് സെക്രട്ടറിയും കായിക ഡയറക്ടറുമൊക്കെ അവിടെ പോയത്? അവർ പോയി എന്ത് ചർച്ചയാണ് നടത്തിയത്? ആരാണ് ഈ ബ്രദേഴ്സിനെ ചുമതലപ്പെടുത്തിയത്? ഇങ്ങനെ സ്പോർട്സുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ മലപ്പുറത്ത് ചില കരക്കമ്പികൾ കറങ്ങുന്നുണ്ട്. അതിൻ്റെ ഉത്തരം പറയാൻ സ്പോർട്സ് മന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്. എന്താണ് സ്പോർട്സിൻ്റെ മേഖലയിൽ കേരളത്തിൽ സംഭവിക്കുന്നത്? മെസ്സിയെ കൊണ്ടുവരുന്നതിന് ഇയാൾക്കെന്ത് കാര്യം? പണം മുടക്കുകയോ അല്ലെങ്കിൽ ഒരു സ്പോൺസറിങ് നടത്തുകയോ ചെയ്യുന്നത് ഓക്കെ, അവിടെ നിൽക്കണം. അതിനപ്പുറം കൊണ്ടുവരുന്നത് മെസ്സി എന്ന് വരും, മെസ്സി വരുമോ, മെസ്സി വരില്ലയോ, വന്നാൽ എന്ത് സംഭവിക്കും, ഇനി വന്നാൽ തന്നെ ആരാണ് കൊണ്ടു നടക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തെ പോലുള്ള ഒരു ക്യാരക്ടറിനെ ഏൽപ്പിക്കുന്നത് ഗവൺമെൻറ് സൂക്ഷിച്ച് വേണ്ടേ? സൂക്ഷിക്കാത്തത് കൊണ്ടാണ് ഫിറോസിനെ പോലെയുള്ളവർ ഇങ്ങനെ ഒരു ആരോപണമായി വന്നിട്ടുള്ളത്. ഗുരുതരമായ ആരോപണങ്ങളാണ്. അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു രാജ്യത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ഫുട്ബോളിലൊക്കെ വലിയ പേരെടുത്ത് നിൽക്കുന്ന മെസ്സിയെ പോലുള്ള ആളുകളെക്കുറിച്ച് കേരളത്തിൽ വിവാദമായിരിക്കുന്നത്. ഇത് കൃത്യമായി ഇതിന് മറുപടി പറയേണ്ടത് സ്പോർട്സ് മന്ത്രിയും ബന്ധപ്പെട്ടവരുമാണ്. സ്പോർട്സ് സെക്രട്ടറി, സ്പോർട്സ് ഡയറക്ടർ കേട്ട പാതി കേൾക്കാത്ത പാതി, വെന്ത പാതി വേവാത്ത പാതി, കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് കളഞ്ഞു എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ഓടി അങ്ങ് അർജന്റീനയിൽ പോയി. ഇപ്പോൾ മെസ്സി വരുമോ വരില്ലയോ അതും ആർക്കും അറിയത്തില്ല. ഈ കുറേ ആളുകളുടെ സ്പോൺസറിങ് എന്നൊക്കെ പറഞ്ഞ്
ജഗപുക ബഹളങ്ങൾ മാത്രമായി കേരളം വീണ്ടും സ്പോർട്സ് രംഗത്തും ഒരു കലക്ക പരിപാടിയും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കലുമായി ചിലർ ഇറങ്ങിയിട്ടുണ്ട്.